എന്താ ഇതിൻ്റെ അകത്തേക്ക് ഇല്ലെങ്കണമെന്നല്ല നിങ്ങളിപ്പോൾ വിചാരിക്കണേ. എനിക്ക് മക്കൾ തമ്മിൽ അധികം ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിരിക്കുമ്പോൾ അവരെ നോക്കുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് ആയിരുന്നു. അതേപോലെ തന്നെ ഒരേപോലത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം അവർക്ക് ഉണ്ട് താനും, എന്നാൽ അത് ഒരുപോലത്തെ കിട്ടുകയും വേണം. അങ്ങനത്തെ ചില പിടിവാശികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗെയിം പോലെ അവർക്ക് കളിക്കാവുന്ന അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി പോലെ ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു അത്. നമുക്ക് ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും റൗണ്ടിലുള്ള സംഗതികൾ, അല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക്, അങ്ങനെ ബട്ടൺസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ യൂസ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് അവർക്ക് ഇതിലേക്ക് ഇടാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇടുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം, ഭയങ്കര ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ രണ്ടുപേരും രണ്ട് ഏജ് ആകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഒരാൾക്ക് ചെയ്തിരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു റൗണ്ടും ഒരാൾക്ക് അതിൽ സൈറ്റ് വേർഡ്സ് എഴുതിയിട്ട്, അതായത് ഈസ്, എ, ഫോർ, അങ്ങനത്തെ സൈറ്റ് വേർഡ്സ് എഴുതിയിട്ടുള്ളതുമാണ് കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വലിയ ആൾക്കാണെന്ന് വെച്ചാൽ സൈറ്റ് വേർഡ്സ് പഠിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ ആൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. ഇതിന് നമുക്ക് ഏത് ടൈപ്പിലുള്ള ബോട്ടിൽസും യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ വീഴുന്നത് കുട്ടികൾക്ക് കാണാനും പറ്റും. അതുപോലെ തന്നെ സൗണ്ടിനും ഡിഫറൻസ് ഉണ്ടായിരിക്കും.